ഹൗ ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് വിത്ത് ലിറ്റിൽ മണി. കുറച്ച് പൈസനെ കൊണ്ട് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾ നിങ്ങൾക്ക് ശരിക്കും 3 കാറ്റഗറി ആയിട്ട് മാറ്റാൻ പറ്റും. 1 ഷോർട്ട് ടേം ഗോൾ, 2 മിഡ് ടേം ഗോൾ, 3 ലോങ് ടേം ഗോൾ. ഈ ഷോർട്ട് ടേം ഗോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് കൂട്ടും, ഒരു ഷോർട്ട് ടേം ഗോളിൽ കൂട്ടാം. നിങ്ങൾക്കൊരു ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം, അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, ഒരു മിഡ് ടേം ഗോളായിട്ട് കൂട്ടാം. ഞങ്ങൾക്കൊരു വീട് വാങ്ങണം, നല്ലൊരു റിട്ടയർമെൻറ്റ് എമൗണ്ട് നമുക്ക് ഉണ്ടാക്കണം, ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ലോങ് ടേം ഗോളിലേക്ക് വെക്കാം. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറി ആക്കുക. ഇങ്ങനത്തെ നമുക്ക് വേണ്ടി ഗോൾ സെറ്റ് ആക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാൻ നോക്കാം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്ത് തുടങ്ങാം. മ്യൂച്വൽ ഫണ്ടിൽ SIP എന്ന് പറഞ്ഞത് ഒരു 100 to 500 രൂപ നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ എന്താക്കുക, കണ്ടെത്തിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് വേണ്ടത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഒരു മാസം 2 മാസം കൊണ്ട് റിട്ടേൺസ് കിട്ടുന്നതല്ല. ഒരു 5 years എങ്കിലും നമ്മളത് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും കോമ്പൗണ്ടിങ് ത്രൂ നമുക്ക് വലിയൊരു എമൗണ്ടിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എമൗണ്ടിനല്ല കാര്യം, ഇവിടെ കൺസിസ്റ്റൻസിക്കാണ് കാര്യം. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനമാണ് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻസിൽ കയറിയിട്ട് ഒരു നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, അതിൽ എമൗണ്ട് ഇട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ടിട്ട് നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മെല്ലെ സ്റ്റോക്കിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. സ്റ്റോക്കിലേക്ക് ഒറ്റയ്ക്ക് എൻ്റർ ചെയ്യണമെന്നല്ല പറയുന്നത്, സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അറിയാത്ത കമ്പനിയിൽ, നിങ്ങൾ പേര് കേൾക്കാത്ത കമ്പനിയിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും നല്ലോണം റിസർച്ച് ചെയ്ത് ആദ്യം നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള, നിങ്ങൾ കോമൺ ആയിട്ട് പബ്ലിക്കിൽ കേൾക്കുന്ന കമ്പനീസ് സെലക്ട് ചെയ്യാം. ഞാൻ ആ കമ്പനീസിൽ നിങ്ങൾ എന്താക്കുക, റിസർച്ച് നടത്തിയിട്ട് അതിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള, അതിൽ ഇവിടെ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിട്ട് ഇവിടെ ബിസിനസ്സിലുള്ള കമ്പനീസിൽ മാത്രം നിങ്ങൾ എന്താക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. അത് ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിട്ടേൺസ് തരാനുള്ള ചാൻസ് അതിലെന്താണ് കൂടുതലാണ്. നിങ്ങൾക്ക് അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുന്നതാണ് ഡിജിറ്റൽ ഗോൾഡ്. അതായത് ഗോൾഡിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് വേ അല്ല, ഫിസിക്കൽ ഗോൾഡിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് വേ എന്നുള്ളത് ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, Paytm, ഫോൺപേ, അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ്. നമുക്ക് 1 രൂപ മുതൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഗോൾഡ് വാങ്ങി വെക്കാം. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ SIP വരെ ഇടാൻ പറ്റും. നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല, അതിനൊരു ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും. ആ ഒരു പീരീഡ് വരെ നമുക്ക് എല്ലാ മാസവും കുറച്ച് എമൗണ്ട് ആയിട്ട് എന്താക്കാൻ പറ്റും, അതിലിടാൻ പറ്റും. ഇത് എസ്പെഷ്യലി ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അത് നമ്മൾ ഏർലി സ്റ്റാർട്ട് ചെയ്യുന്ന, ചെറിയൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ വേറൊരു കിടിലൻ വഴിയുണ്ട്, P2P ലെൻഡിങ്. അതായത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണല്ലോ, നമുക്ക് പൈസ കടം തരുന്ന ആപ്ലിക്കേഷൻ. ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് ലൈസൻസിങ് ഒക്കെ ഉള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാം. അതായത് ആ ഒരു ആപ്ലിക്കേഷനിൽ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമ്മുടെ അടുത്ത് പൈസ വാങ്ങിയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കും, കടം കൊടുക്കും. അപ്പോൾ അതുവഴി നമുക്കൊരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന, ഒരു ഇയർലി ഒരു 10 to 15% ഒക്കെ ഇൻട്രസ്റ്റ് നമുക്ക് സേഫായിട്ട് ഏൺ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് P2P ലെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സിമ്പിളായിട്ട് ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സെറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ, Paytm, ഈ മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്ന, ചാർജസ് ഏറ്റവും കുറവുള്ള സ്ഥലങ്ങളിൽ മാത്രം എന്താക്കുക, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മെല്ലെ നമ്മളത് എന്താക്കണം, ആ ഒരു എമൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഗ്രോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പൈസ, ആ ഇൻക്രിമെൻറ്റ് എത്രയാണ് ശതമാനം കൂടിയത്, ഇതിലും എന്താക്കുക, ആ ശതമാനം കൂട്ടുക. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ക്യാഷ് വരുന്ന സമയത്ത് അതിലേക്ക് എന്താക്കുക, ഇട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഷോർട്ട് ടേം അല്ല, ഒരു ലോങ് ടേമിലേക്ക് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ചിലപ്പോൾ ഷോർട്ട് ടേമിൽ നമ്മൾ വിചാരിച്ച സ്റ്റോക്കൊക്കെ നല്ലോണം ഇടുകയായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, റിസർച്ച് നടത്തി നിങ്ങൾക്ക് ജെന്യൂനായിട്ട് തോന്നുന്ന സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഇടിവ് വരുമ്പോഴത്തേക്ക് അത് പിൻവലിക്കുകയല്ല വേണ്ടിയത്, പറ്റുമെങ്കിൽ സ്റ്റോക്ക് ഇനിയും വാങ്ങി വെക്കാൻ വേണ്ടി. കാരണം അത് ഫ്യൂച്ചറിൽ ഇനിയും ഗ്രോ ചെയ്യാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഗ്രോ ചെയ്യേണ്ട സ്റ്റോക്കുകളായിരിക്കും നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. എനിക്ക് ഈ ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ശരിക്കും നമ്മൾ മരം നടുന്ന കാര്യമാണ്. അതായത് ഈ ഒരു മരമൊക്കെ നടുന്ന സമയത്ത് നമുക്ക്
ഒരിക്കലും ചിലപ്പോൾ ഒരു മാവൊക്കെ നടുമ്പോൾ ഒരു 20 വയസ്സുള്ള ഒരാൾ മാവ് നടുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു യങ് ഏജിലൊന്നും ഒരിക്കലും ആൾക്കതൊന്നും മാങ്ങ കിട്ടില്ല. അത് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, അതിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ കാലത്തിന് ശേഷമുള്ള ആൾക്കാർക്കായിരിക്കും നമുക്ക് നല്ലൊരു മാങ്ങ അതിൽ കിട്ടുക. അതേപോലെ തന്നെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ എമൗണ്ടാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജനറേഷൻ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മളൊരു റിട്ടയർമെൻറ്റ് ടൈമിലേക്കൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, അതിൽ നിന്ന് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അത് എത്ര ചെറുതായാലും നിങ്ങൾ എന്താക്കുക, അത് സ്റ്റാർട്ട് ചെയ്യുക. എത്ര എമൗണ്ട് ചെറുതാണെങ്കിലും നിങ്ങൾ എന്താക്കുക, അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടത്. ആ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താക്കുക, ബിൽഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതൊന്ന് താഴത്തെ കമൻറ്റായിട്ട് അറിയിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും താഴത്തെ കമൻറ്റ് ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടുതൽ വീഡിയോസ് നമുക്ക് ഇനിയും വരാം. അതുവരെ